നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ കർഷകർക്ക് ഇരട്ടി വരുമാനം. റബ്ബർ തോട്ടങ്ങളിൽ തോട്ടപ്പയർ നട്ടവർക്കാണ് ഇപ്പോൾ ഇരട്ടി വരുമാനം ലഭിച്ചു തുടങ്ങുന്നത്. വളർന്നത് റബ്ബർ തോട്ടത്തിൽ കിലോയ്ക്ക് വില 400 രൂപ മുതൽ 500 രൂപ വരെയും. മലയോര മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വെച്ചുപിടിപ്പിച്ച തോട്ടപ്പയർ വിളവെടുപ്പിന് പാകമാകുന്നു. തോട്ടങ്ങളിൽ കള നിയന്ത്രണത്തിനും പച്ചിലവളത്തിനും ഈർപ്പം നിലനിർത്താനുമാണ് തോട്ടപ്പയർ കൃഷി ചെയ്യുന്നത്. ഡിസംബറിലെയും ജനുവരിയിലെയും മഞ്ഞ് വീഴ്ചയോടെ തോട്ടപ്പയർ പൂത്തു തുടങ്ങി. സ്ഥിരമായി തോട്ടപ്പയർ വിത്ത് സംഭരിക്കുന്നവർ തോട്ടങ്ങളിൽ ചാഴി തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ഒഴിവാക്കുന്നതിനും കൂടുതൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനുമുള്ള മരുന്നും തളിച്ചു തുടങ്ങി. റബ്ബർ തോട്ടം ഉടമകൾക്ക് ചെറിയ സംഖ്യ പാട്ടമായി നൽകിയാണ് തോട്ടപ്പയർ വ്യാപാരികൾ പയർ സംഭരിക്കുന്നത്. പുതുതായി റബ്ബർ നട്ട തോട്ടങ്ങളിൽ വിത്ത് കൊണ്ടുപോയി പയർ പിടിപ്പിച്ചു കൊടുക്കുന്ന രീതിയും ഉണ്ട്. വർഷത്തിൽ ചെറിയ സംഖ്യ തോട്ടം ഉടമകൾക്ക് നൽകുന്നതിനാൽ തോട്ടത്തിൽ കാടുകൾ വളരുന്നത് ഒഴിവായി കിട്ടും എന്ന മെച്ചവും കർഷകർക്കുണ്ട്. പയർ നട്ട് വളർത്തുന്നത് കൊണ്ട് തോട്ടം ഉടമകൾക്ക് നൈട്രജൻ വളവും പാഴ്ചെടികൾ വളർന്നു കയറുന്നത് ഒഴിവാകുകയും തോട്ടം മുഴുവൻ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. പാട്ടത്തിനെടുത്ത തോട്ടങ്ങളിൽ കീടനാശിനിയും പൂടുന്നതിനുള്ള ഹോർമോണും തളിച്ചു തുടങ്ങി. ചെറുപയർ, ഉഴുന്ന് എന്നിവയുടെ വലുപ്പത്തിലുള്ള പയർ മൂപ്പെത്തുമ്പോൾ പറിച്ചെടുക്കുക എന്നത് വലിയ അധ്വാനമുള്ള ജോലിയാണെന്ന് കർഷകർ പറയുന്നു. മൂപ്പെത്തിയ കായ്കൾ സമയത്തിന് പറിച്ചെടുത്തില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പയർ നഷ്ടപ്പെടും. കായ്കൾ പറിച്ച് സിമൻറ്റ് തറയിലോ പ്ലാസ്റ്റിക് ഷീറ്റുകളിലോ ഇട്ടുണക്കി പൊളിച്ചെടുത്താണ് വിത്ത് സംഭരിക്കുന്നത്. ഈ വർഷം റബ്ബർ തോട്ടങ്ങളിൽ അകാലിക ഇലകൊഴിച്ചിൽ ഉണ്ടായതോടെ കൂടുതൽ സൂര്യപ്രകാശം ലഭിച്ചതോടെ നല്ല രീതിയിൽ പയർ വളർന്ന് പൂവിട്ടിട്ടുണ്ടെന്ന് കർഷകർ പറഞ്ഞു. റബ്ബർ തോട്ടങ്ങളിൽ 2 തരം തോട്ടപ്പയറുകളാണ് ഇടവിളകളായി കൃഷി ചെയ്യാറുള്ളത്. പ്യൂറേറിയ എന്ന ഇനമാണ് കേരളത്തിൽ പൂത്ത് കാ പിടിക്കാറുള്ളത്. മഞ്ഞപ്പയർ എന്ന പേരിലും ഈ ഇനം അറിയപ്പെടുന്നു. ഉണങ്ങിയ വിത്തിന് കിലോയ്ക്ക് 400 രൂപ മുതൽ 500 രൂപ വരെയും വിലയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രധാനമായും തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് വിപണി. അപ്പം തോട്ടങ്ങളിൽ ഇങ്ങനെ തോട്ടപ്പയർ വളർത്തുന്നത് റബ്ബറിന് നല്ലതാണ്. ഈർപ്പം നിലനിൽക്കും, നൈട്രജൻ ലഭിക്കും, കാടുകൾ ഒഴിവായി കിട്ടും. നിങ്ങളുടെ തോട്ടങ്ങളിലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.